കർഷകരാണ് നാടിൻ്റെ നട്ടെല്ലെന്നൊക്കെ പറയുമ്പോൾ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നതും മറക്കരുത്. ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ കരകയറാൻ വ്യത്യസ്തമായ ചില കൃഷിരീതികളൊക്കെ കണ്ടെത്തുന്ന, അതൊക്കെ പ്രയോഗത്തിൽ വരുത്തുന്ന കർഷകരുമുണ്ട് നമുക്കിടയിൽ. അങ്ങനെ ഒരു രൂപ പോലും മുതൽ മുടക്കാതെ മികച്ച വരുമാനം കണ്ടെത്തുന്ന ഇടുക്കിയിലെ ഒരു കർഷകന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കൃഷി എന്നുകൂടി കാണണ്ടേ, നോക്കാം. നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഒരു കൃഷിയിടത്തിലാണ്, ഒരു കർഷകൻ്റെ കൂടെയാണ്. ജിജി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ ഹൈറേഞ്ചിലെ ഓരോ കർഷകരും ഓരോ ഗവേഷകരാണ്. അവർ കണ്ടെത്തുന്ന വ്യത്യസ്തമായ കൃഷിരീതികളാണ് അവർക്ക് ഗുണകരമായ രീതിയിൽ ആദായം ഉണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനെ തികച്ചും വ്യത്യസ്തമായ ഒരു കൃഷി വിളവെടുപ്പിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം അതിന് വലിയ മുൻകരുതലൊക്കെ വേണം. ആ മുൻകരുതലിൻ്റെ ഭാഗമാണിത്. അപ്പം കൃഷി വിളവെടുപ്പ് നോക്കാം. തേനീച്ച കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുന്ന നിരവധി കർഷകർ ഇടുക്കിയിലുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഇടുക്കി NR സിറ്റി സ്വദേശി വള്ളാട്ടി ജിജിയുടെ കൃഷിരീതി. വില കൊടുത്ത് തേനീച്ചകളെയും പെട്ടിയുമൊന്നും വാങ്ങിയല്ല ഇദ്ദേഹം തേനീച്ച വളർത്തുന്നത്. പകരം മണ്ണുകൊണ്ട് കൃഷിയിടത്തിൽ ചെറിയ കൂടുകൾ നിർമ്മിച്ച് ഒരു ദ്വാരവും ഇടും. ഇതിനുള്ളിൽ തേനീച്ചകൾ തനിയെ വന്ന് കൂട് കൂട്ടും. കൂട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കുവാൻ വേണ്ടി മാത്രമാണ് ജിജി ഇത് തുറക്കുക. മറ്റൊരു പരിപാലനവും ആവശ്യമില്ല. ഒരു കൂട്ടിൽ നിന്ന് 7 മുതൽ 10 ലിറ്റർ വരെ തേൻ ലഭിച്ചിട്ടുണ്ട്. 1 ലിറ്റർ തേനിന് 1000 രൂപയാണ് വില. ജിജിയുടെ ഈ തേനീച്ച കൃഷിക്ക് ആകെയുള്ള ചിലവ് മണ്ണ് കുഴച്ച് കൂട് നിർമ്മിക്കുന്ന സമയം മാത്രമാണ്. ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ഈ പള്ളിക്കൂട ഒക്കെ അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ പറമ്പിലേക്ക് നിന്ന് തേനെടുത്ത് പിന്നെ അതിന് ഹോബിയായി. അപ്പോൾ ഇപ്പോഴാണ് ഒരു വരുമാനം ആകുന്നുണ്ട് നമുക്ക്. ഇത് നമ്മളിങ്ങനെ ഒരു കട്ട വെച്ച് കെട്ടി, അല്ലെങ്കിൽ മണ്ണ് കട്ട വേണമെങ്കിലും വെച്ച് കെട്ടി ഇത് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ തന്നെ വന്ന് കൂടി കണ്ടുപിടിച്ച് കയറിയുള്ളൂ. നമ്മൾ ഈച്ച പിടിച്ചു പോകുന്നു വേണ്ട. ഏലച്ചെടികൾക്കിടയിലാണ് ജിജി തേനീച്ചക്കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഏലച്ചെടികൾ പൂവിടുമ്പോൾ തേനീച്ചകൾ വഴി പരാഗണം കൂടുതൽ നടക്കുന്നതിനാൽ ഏലത്തിനും മികച്ച വിളവ് ലഭിക്കുന്നുണ്ട്. ഈ പരാഗണം കൂടുതൽ നടക്കുന്ന വഴി കൃഷിക്കൊക്കെ നല്ല വിളവ് കിട്ടും. ഒരു കൂട്ടിൽ നിന്ന് ഒരു 10 ലിറ്റർ തേൻ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 900-1000 രൂപയുണ്ട്. അവിടെ നമുക്കിപ്പോൾ അവറേജ് ഒരു 100 ലിറ്റർ തേനോളം നമ്മൾ കൊടുക്കുന്നതാണ്. ജിജിയുടെ വ്യത്യസ്തമായ തേനീച്ച കൃഷി വിജയം കണ്ടതോടെ പല കർഷകരും ഈ കൃഷി രീതിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ അവർക്കൊക്കെ തേനെടുത്തു നൽകുന്നതും ജിജിയാണ്. ഓട്ടോ തൊഴിലാളിയായ ജിജിക്ക് തേനീച്ച വളർത്തൽ മാത്രമല്ല, ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷികളും കോഴി വളർത്തലും മത്സ്യകൃഷിയും ഒക്കെയുണ്ട്. സ്ഥലനഷ്ടമോ പ്രത്യേകിച്ച് പരിപാലനമോ മുതൽ മുടക്കോ ഇല്ലാത്ത ജിജിയുടെ തേനീച്ച കൃഷി സംസ്ഥാന തലത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ് കർഷക ഗവേഷകരടക്കം പറയുന്നത്. വ്യത്യസ്തമായ ചിന്തയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് കൃഷിയും വിജയത്തിലെത്തിക്കാം. 1 രൂപ പോലും മുടക്കില്ലാതെ ആയിരക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കാൻ കഴിയും ഈ തേനീച്ച കൃഷിയിലൂടെ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ജിജി. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.